ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ 50,000 ആൾക്കാരെ അവിടെ നിന്ന് അടിച്ചു തീർത്തു എന്ന് പറഞ്ഞിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ചെറുത്തുനിൽപ്പൊന്നും ഹമാസിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹമാസിന്റെ അന്ന് ഈ പദ്ധതി ആരംഭിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേരെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇസ്രായേൽ വെറുതെ ഇരിക്കില്ല, അവർ കൊണ്ടുവന്ന് ബോംബിടും. ബോംബിട്ട് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിലൊക്കെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് മോളിൽ നിന്ന് ബോംബിടലാണ്. മോളിൽ നിന്ന് ബോംബിട്ട് കഴിഞ്ഞാൽ ഇവർ ഈ പണി സാധിച്ചെടുത്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ടണലിൻ്റെ അടിയിലിരിക്കും, ബാക്കി ജനങ്ങൾ ചത്തുപോകും. ജനങ്ങൾ ചത്തുവാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് ചത്താലും അവർക്കൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ദൈവം തന്നു, ദൈവം എടുത്തു. ഒരാൾ മരിച്ച അത്രേ ഉള്ളൂ, ദൈവം തന്നു, ദൈവം എടുത്തു. രാജ്യത്തെ രക്ഷിക്കാനല്ല. അപ്പം ആ രീതിയിൽ പറഞ്ഞങ്ങ് നിൽക്കാം. അവർക്ക് പറഞ്ഞു നിൽക്കാൻ ന്യായങ്ങളുണ്ടാവും. പക്ഷേ അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈച്ച് ലൈഫ് കൗണ്ട്സ്, ഈച്ച് ലൈഫ് മാറ്റേഴ്സ്. അവർ ഓരോ മനുഷ്യജീവനും അവരുടെ വളരെയധികം വിലമതിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പ്രശ്നം. എന്തായാലും ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്ര പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.